വീട് വാർത്തകളിലേക്ക്. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസം നേരിട്ട യുവതി ജീവനൊടുക്കിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 21-കാരനുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യ വിചാരണ നടത്തി അപമാനിച്ചതിന്റെ മനോവിഷമത്തിലാണ് റസീന എന്ന യുവതി ജീവനൊടുക്കിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഞ്ജലി പ്രിയാദാസ് ചേരുകയാണ്. അഞ്ജലി, കാറിൽ ഒരുമിച്ചിരുന്നതിന്റെ പേരിൽ ഈ രീതിയിൽ അപമാനിതയാകുന്നു, അതിലുണ്ടാകുന്ന മനോവിഷമം, ഒടുവിൽ സ്വയം ജീവനെടുത്തിരിക്കുന്നു ആ യുവതി. അതെ അനൂപ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയുടെ സുഹൃത്തും കാറിനരികിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ 2 പേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു. എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ 2 പേരും വിധേയരാവുകയാണ്. ഈ റസീന എന്ന് പറയുന്ന യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ യുവതിയെ ഇവർ വഴക്കു പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ യുവതിക്ക് 40 വയസ്സാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 41 എന്താ പറയണത്. അപ്പോൾ വഴക്ക് പറഞ്ഞിട്ട് സ്ത്രീയെ വീട്ടിലേക്ക് പറഞ്ഞു വിടണോ? ഇതെന്ത് വഴക്ക് പറയണ്? സംഭവം മനസ്സിലായില്ല. വഴക്ക് പറയാൻ ഇവരാര്? വലിയേട്ടനോ, അമ്മാവനോ, അച്ഛനോ? എന്നിട്ട് മറ്റേ യുവാവിനെ ഗ്രൗണ്ടിക്ക് എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഏത് തരത്തിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. അത് പരിശോധിച്ചു. അതിലെ മെസ്സേജുകൾ അടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന. അത് 5 മണിക്കൂറോളാണ് കേട്ടോ. 5 മണിക്കൂറോളം. അത് കേരളത്തിലാണ് 2025. 5 മണിക്കൂറോളം വെച്ച് എങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. പൊതിരെ പിടിച്ച് തല്ലണമുണ്ട് കേട്ടോ. ചില ന്യൂസിൽ അങ്ങനെയും വരുന്നുണ്ട്. മർദ്ദിച്ച് 5 മണിക്കൂറോളം ഓനെ അവിടെ നിന്ന് തന്നെ ഏകദേശം തരിപ്പണാക്കി. എന്നിട്ട് ഇവരെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ്റെ ടാബും പരിപാടി മൊബൈൽ ഫോണും ഒക്കെ പരിശോധിക്കുകയാണ്. എന്നിട്ട് ഈ 2 ടീമിൻ്റെയും 2 ആൾക്കാരുടെയും ഇവിടെ പറയില്ലേ, ആ യുവതിയുടെയും അതേപോലെ തന്നെ ഈ ചെങ്ങായിയുടെയും 2 പേരുടെ പാരൻസിനെ അവർ ബന്ധുക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, 2 പേരെയും വിടുകയാണ്. അപ്പോഴും അവൻ്റെ ടാബും ഫോണും കൊടുക്കുന്നില്ല കേട്ടോ. ഒരു കാര്യം അറിയിക്കുക, ഇവർ കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ല. അതന്നെ വേറെ കാര്യം. ഇവർ 5 മണിക്കൂറോളം ഒരു ചെങ്ങാനെ അവിടെ തടഞ്ഞു വെക്കുകയാണ്. അതുപോലെ ആ സ്ത്രീയെ വഴക്ക് പറഞ്ഞിട്ട് വിട്ടണു. ഇവരെന്താ കണ്ടത്? അവർ സംസാരിക്കണത് സമയം എത്ര? 3 മണി. ഏത് നട്ടപ്പാതിര ആയിക്കോട്ടെ, ഇവരെന്താ കണ്ടത്? 5 മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത്. അങ്ങനെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതോടെ ഈ സ്ത്രീ ഇത് വലിയ രീതിയിലുള്ള മനോവേദനയാവുന്നു. അങ്ങനെ ഇവർ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് പരാമർശിക്കുന്നത്. അതിലിപ്പോൾ 3 പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതായി മനസ്സിലാവുന്നത്. 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടാണുള്ളത്. ഈ 40 വയസ്സുകാരിയായ യുവതിയാണ്. ഈ യുവതി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ എത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ശേഷം പിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മമ്പറം സ്വദേശികളായ 3 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇത് പ്രാദേശിക SDPI പ്രവർത്തകരാണ് എന്ന് മനസ്സിലാവുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെ പിടിച്ച് യുവാവിനെയും യുവതിക്കുമെതിരെ സദാചാര രീതി ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതികളുടെ ചിത്രമാണ്. ആത്മഹത്യ ചെയ്ത യുവതിയുടെ ചിത്രം നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കാണുന്ന ഈ യുവാക്കൾ ഈ കേസിലെ പ്രതികളാണ്. അപ്പോൾ യുവതി ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി അനുബന്ധമായി പുറത്തു വരുന്നു. ഇവന്മാരൊക്കെ ഇപ്പോൾ ഒരാണും പെണ്ണും കൂടി സംസാരിച്ചിക്കണ കണ്ടിട്ട് 3 മണിക്ക് സംസാരിച്ചിക്കണ കണ്ടിട്ടല്ലേ ഗുരു പൊട്ടിയത്. എന്നിട്ടല്ലേ ഗുണ്ടായിസം കാണിക്കണത്. നട്ടല് ചവിട്ടി പിടിക്കണം ഈ ചെയ്യണവന്മാരെ. ആരെ? ഈ 3 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ? 3 എണ്ണം ഇവന്മാർക്കാണല്ലോ ഈ കുരുപൊട്ടൽ. ഇവന്മാർ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും ഗൈസ്? അല്ല ഞാൻ ഒന്ന് ആലോചിക്കായിരുന്നു. കൊച്ചി ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ കൊച്ചിക്ക് കൂട്ടുന്ന ഒന്നല്ലെങ്കിൽ ഇവർ കുടുംബത്തിൽ നിന്ന് ആരെയും പിന്നെ കൊച്ചിക്ക് വിടൂല. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവർക്ക് പ്രാന്താവും. ഇവർക്ക് പ്രാന്താവാനാണ് ചാൻസ്. അല്ല ഇപ്പം തന്നെ പ്രാന്താണ്. ഇവർ ഏത് കാലഘട്ടത്തിൽ ജീവിക്കണത്? എന്നിട്ട് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് വിചാരണ. എന്ത് കഷ്ടമാണല്ലേ. ഇതെവിടെ? പിണറായി എന്നുള്ള സ്ഥലത്താണ്. കണ്ണൂർ പിണറായി എന്നുള്ള സ്ഥലത്ത്. ശ്രാവണാണ് നമുക്കൊപ്പം ഉള്ളത്. ശ്രാവൺ, SDPI പ്രവർത്തകരാണ് പ്രതികളെന്ന് അറിയുന്നു. എന്താണ് ഇവർ ചെയ്തത്? അതിന്റെ വിശദാംശങ്ങൾ എന്താ?
വിനോദ്, റഫാൻ, മുബഷീർ, ഫൈസൽ എന്നീ 3 പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് SDPI പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവാവും പയ്യൻ സ്വദേശിയ യുവാവ് അവരുടെ സുഹൃത്തായ യുവതിയുമായി കായലോട് ഭാഗത്ത് സംസാരിച്ചിരുന്നതിന്റെ പേരിൽ വലിയ വിചാരണയാണ് ഇവർക്ക് നേരെ ഉണ്ടായത്. ഇതിൽ വേറെ സംശയം, ഇവിടെ പാണും പെണ്ണും കൂടി സംസാരിച്ചു വന്നപ്പോൾ ഇവർക്ക് കുരുപൊട്ടി വരല്ലേ? ഇവർ ഇതേ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ പെണ്ണും സംസാരിച്ചിരിക്കണതും ആണ് സംസാരിച്ചെന്നാലും ഇവർക്ക് കുരുപൊട്ടണല്ലോ. ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കുമ്പോഴേ വേണ്ടേ? ജന്തുക്കളാണ്. ഇതിനിടയ്ക്ക് വേറൊരു ന്യൂസ് എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ സ്ഥലം ഞാൻ മറന്നു, മലപ്പുറമാണോ നിലമ്പൂരാണോ ഏതോ സ്ഥലത്താണ്. അതായത് മലപ്പുറത്താണോ ഏതോ സ്ഥലം സ്ഥലം ഞാൻ മറന്നു. ആർക്കെങ്കിലും സ്ഥലം ഓർമ്മ വരികയാണ് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു ആണും പെണ്ണും കൂടി, ഒരു യുവതിയും യുവാവും കൂടിയും ബസ് സ്റ്റാൻഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കൂടിയിട്ട് 7 പേര് ചേർന്നിട്ട് ആ ചെങ്ങായിനെ തല്ലിച്ചതയ്ക്കും. എന്നിട്ട് ഇവരെന്നെ അവിടെ സദാചാര ബോർഡ് വെക്കും, ഇവിടെ ആരെങ്കിലും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുന്നത് കൊണ്ട് നല്ല പെട്ട കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ പോലീസുകാർ വന്നിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ തല്ലുകൊണ്ട വ്യക്തി ആരുടെ കൂടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ആ യുവതിയുടെ ആങ്ങളെയായിരുന്നു, സ്വന്തം ആങ്ങളെയായിരുന്നു. നിങ്ങളെ അവസ്ഥ ആലോചിക്കും. അവർ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രായത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. അത്ര ഇവിടെ 40 വയസ്സ്, മറ്റേ ആൾക്ക് എത്ര 21 വയസ്സോ 25 അങ്ങനെ എന്തോ പറഞ്ഞത്. എന്ത് തേങ്ങ ആയിക്കോട്ടെ, ആളുകൾക്ക് ഇത് കാണുമ്പോൾ കുരുപൊട്ടാണ്. എന്താല്ലേ സദാചാരം. കുറച്ച് ദിവസമായിട്ട് ഇമാതിരി പരിപാടികൾ കാണുന്നില്ലായിരുന്നു ന്യൂസിൽ, വീണ്ടും വന്നിറക്കാണ്. മണിക്കൂറോളം നേരം ഈ യുവാവിനെ തടവിൽ വെച്ച് ഇവർ അവരുടെ ഫോണ്, ടാബ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു, സന്ദേശങ്ങൾ പരിശോധിക്കുന്നു. ഇതൊക്കെയാണ് ഉണ്ടായത്. പോലീസ് പറയുന്നത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള അത്രയും പ്രൈവറ്റായ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഫോണിലും ടാബിലൊക്കെ, ഇതൊക്കെ പരിശോധിക്കും. ഇവന്മാർക്ക് ആരത് കൊടുത്തത്? അപ്പോൾ ഈ ചങ്ങായിമാരുടെ മൈൻഡ് സെറ്റ് എന്താ? ഇവന്മാരൊക്കെ പെർഫെക്റ്റായ ആളുകൾ, പെർഫെക്റ്റ് എന്നല്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇവന്മാരൊക്കെ സോക്കോൾഡ് മാന്യരായ ആളുകൾ, മറ്റോ മാന്യനാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യണത്. എന്നിട്ട് ആ യുവതീനെ വിടുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ മൈൻഡിൽ എന്താണ്? ഈ യുവതിയും യുവാവും പരിചയക്കാരാണ്, സുഹൃത്തുക്കളാണ്. ഈ യുവാവ് കാറുമായി അവിടെ വരുന്നു, ഈ യുവതിയും അവരെ കാറിനടുത്തിരുന്ന് സംസാരിക്കുന്നു. കാറിന് അടുത്തിരുന്ന് സംസാരിച്ചാണ്. അപ്പോൾ കാറിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അവനെ ചിലപ്പോൾ കുതിര പിടിച്ചത് അപ്പം തന്നെ തല്ലിയിട്ടുണ്ടാവൂലേ, തല്ലി ചായച്ചുണ്ടാവും. ഈ പ്രദേശത്തുകാർ തന്നെയായ ഈ 3 പേർ ആണ്, 3 പേരുള്ളതെന്നാണ് പോലീസിന് ഇപ്പോൾ ഉള്ള വിവരം. ഇവരുടെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം യുവതിയെ ഇവരുടെ ബന്ധുവിനൊപ്പം വീട്ടിലേക്ക് അപ്പോൾ തന്നെ പറഞ്ഞേക്കുന്നു. അതിനുശേഷം യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. യുവതിനെ ബന്ധുവിന്റെ കൂടെ പറഞ്ഞു വിടുകയാണ്. യുവതിക്ക് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വിടാൻ ഇവർക്കൊരു പേടിയായിട്ടായിരിക്കും അല്ലേ? SDPI ഓഫീസിലേക്ക് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ വ്യക്തിക്ക് എന്ത് പ്രാധാന്യമുള്ളത്? ഒരു വ്യക്തിയുടെ അവകാശത്തിന് എന്ത് വിലയാണ് ഈ ചപ്പന്മാർ നാറികൾ കൊടുക്കണത്? ഇവിടെ ഒരു നിയമ സംവിധാനമല്ലേ? ആളുകൾക്ക് അവരുടേതായ അവകാശങ്ങളില്ലേ? കൊണ്ടുപോയി എന്നാണ് പോലീസിൽ നമ്മൾ അറിയുന്നത്. അവിടെ ഈ യുവാവിനെ പരിശോധിക്കുന്നത് അവിടെ വെച്ചാണ്. ഈ ഫോണും മൊബൈൽ ഫോൺ അതുപോലെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ടാബ്, ഇവരയച്ച സന്ദേശങ്ങൾ, ഇതെല്ലാം ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെല്ലാം ഈ സംഘം ഈ 3 പേർ പരിശോധിക്കുകയാണ്. അതിനുശേഷം ഈ യുവതിയുടെ അച്ഛനെ ഉൾപ്പെടെ, പിതാവിനെ ഉൾപ്പെടെ അവിടേക്ക് വിളിച്ചു വരുത്തി എന്നാണ് അറിയുന്നത്. അതിനുശേഷം ഈ വിഷയം പറയുകയും അതിനുശേഷമാണ് യുവാവിനെ സ്വയം പോലീസാവുന്ന, സ്വയം അന്വേഷണ ഏജൻസി ആവുന്ന, സ്വയം കോടതിയാവുന്ന, സ്വയം ശിക്ഷ വിധിക്കുന്ന സംഘങ്ങളാണ് നാടിന്റെ ശാപം. ഇവർക്കൊക്കെ എന്ത് അധികാരമാണ് ഉള്ളതെന്നറിയില്ല. SDPI പ്രവർത്തകരാണ് ഇവിടെ, ഇതുപോലെ പല സംഘടനയുടെ പ്രവർത്തകർ പല സ്ഥലത്തുമുണ്ട്. ഇവരൊക്കെ സ്വയം ഇങ്ങനെ നീതി നടപ്പാക്കുന്ന പ്രവണത അവസാനിപ്പിച്ചേ തീരൂ. ആളുകൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു നാട്ടിൽ എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടന്നാൽ അത് നോക്കാൻ പോലീസുണ്ട്, ഇവിടെ നിയമ സംവിധാനമുണ്ട്. അങ്ങനെ നിയമം കയ്യിലെടുത്ത് ആളുകളെ ഇല്ലാതാക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടതാണ്. നിയമം കയ്യിലെടുത്ത് ആളുകളെ ഇല്ലാണ്ടാക്കുന്ന രീതി എന്നല്ല, നിയമം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളതിനെതിരെ പ്രതികരിക്കണം, വേണ്ടേ? എല്ലാ നാട്ടിലുണ്ട് ഇമാതിരി നാറികൾ അല്ലേ? പണ്ട കുരു പൊട്ടണത്. എന്താ ചെയ്യുക? അപ്പോൾ ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗൈസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറെ വിഷയമായിട്ട് വരാം. അതുവരേക്കും